ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു എ ന്യൂ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ചാപ്റ്റർ 3 കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അപ്പോൾ ഇവിടെ നമുക്ക് 3 മാർക്സിന് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് വാട്ട് ഇസ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പഠിക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ സിംപ്ലി റെഫേഴ്സ് ടു കോസ്റ്റ് ഓഫ് ഒബ്റ്റെയിനിങ് ഫണ്ട്സ്. ഒരു ബിസിനസ്സിന് ഫണ്ട് നേടിയെടുക്കാൻ വേണ്ടി വരുന്ന ചെലവിനെയാണ് എന്ത് പറയുന്നത്, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ക്യാപിറ്റൽ അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന കോസ്റ്റിനെയാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ റേറ്റ് എ ഫേം പേസ് ടു ഇറ്റ്സ് ഇൻവെസ്റ്റേഴ്സ് ഫോർ ദ യൂസ് ഓഫ് ദെയർ മണി. നമ്മുടെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്ന ആളുകൾ അവരുടെ പണം നമ്മുടെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് കമ്പനി അവർക്ക് കൊടുക്കുന്ന പേയ്മെന്റ്, അതിനെ എന്തായിട്ട് പറയാം, നമുക്ക് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയാം. ഇവിടെ ഡെഫിനേഷൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്, ഡിഫൈൻ ചോദിച്ച ഒരു ഡെഫിനേഷൻ എന്തായാലും പഠിച്ചു വയ്ക്കാം. ദ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഈസ് ദ റേറ്റ് ഓഫ് റിട്ടേൺ. കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിന് എന്ത് പറയാം, റേറ്റ് ഓഫ് റിട്ടേൺ. നമുക്ക് എത്രയാണ് ഇങ്ങോട്ട് തിരിച്ചു കിട്ടുന്നത്. ദ ഫേം റിക്വയേഴ്സ് ഫ്രം ഇൻവെസ്റ്റ്മെന്റ്. ഒരു ഫേമിന് അവർക്ക് കിട്ടുന്ന ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് റിക്വയർ ചെയ്യുന്ന കാര്യം എന്താ, ഇൻ ഓർഡർ ടു ഇൻക്രീസ് ദ വാല്യൂ ഓഫ് ദ ഫേം ഇൻ ദ മാർക്കറ്റ് പ്ലേസ്. മാർക്കറ്റിൽ ഫേമിൻ്റെ വാല്യൂ കൂട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അവർ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ആവശ്യപ്പെടുന്നതും ഒപ്പം തന്നെ അതിന് വേണ്ടിയിട്ട് പേയ്മെൻറ്റ് കൊടുക്കുന്നതും. അപ്പോൾ നമുക്ക് മിനിമം റേറ്റ് ഓഫ് റിട്ടേണിനെ എന്ത് പറയാം, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയാം. അല്ലെങ്കിൽ ഏറ്റവും ഷോർട്ടായിട്ട് ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫ് റിട്ടേൺ ദാറ്റ് എ ഫേം മസ്റ്റ് പേ ടു ദ സപ്ലയേഴ്സ് ഓഫ് ക്യാപിറ്റൽ. ആരാണോ ക്യാപിറ്റൽ സപ്ലൈ ചെയ്യുന്നത്, അതായത് ഇൻവെസ്റ്റേഴ്സ്, അവർക്ക് ഫേം കൊടുക്കേണ്ട റേറ്റ് ഓഫ് റിട്ടേണിനെയാണ്. എന്തിനാണ് കൊടുക്കുന്നത്, ഫോർ യൂസിങ് ദെയർ ഫണ്ട്. ഒരാൾ നമ്മുടെ ബിസിനസ്സിലേക്ക് 1,00,000 രൂപയുടെ ഷെയർ പർച്ചേസ് ചെയ്തു, അല്ലെങ്കിൽ ഡിബഞ്ചർ പർച്ചേസ് ചെയ്തു പറഞ്ഞാൽ നമ്മൾക്ക് ഇങ്ങോട്ട് ക്യാപിറ്റൽ കിട്ടുകയാണ്. അയാളുടെ പൈസ നമ്മൾ ഉപയോഗിക്കുന്നതുകൊണ്ട് അവർക്ക് എന്ത് കൊടുക്കണം, അതൊന്നൊരു റിട്ടേൺ അവർക്ക് കൊടുക്കണം അല്ലേ. അതിനെ തന്നെയാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് ഇനി ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് നോട്ട് എ കോസ്റ്റ്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു കോസ്റ്റ് ആണോ, അല്ല. ഇറ്റ് ഈസ് റേറ്റ് ഓഫ് റിട്ടേൺ റിക്വയർഡ് ഓൺ ദ പ്രോജക്ട്സ്, ഹെൻസ് ഇറ്റ് ഈസ് എ ഹേർഡിൽ റൈറ്റ്. ഇതെന്താണ്, ഒരു പ്രൊജക്റ്റിന് ആവശ്യമായിട്ടുള്ള എമൗണ്ട് ആണ്. അതുവഴി അവർക്ക് എന്ത് ചെയ്യാം, ഒരുപാട് അവർക്ക് പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ശരിക്കും ഇതൊരു കോസ്റ്റ് ആയിട്ട് പറയേണ്ടതില്ല. പിന്നെ മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ ആണ്. ഒരു ഫേമിന് ഏൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ആദ്യമേ തന്നെ എന്ത് ചെയ്യുന്നത്, ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തുന്നത്. ടു മെയിൻറ്റെയിൻ ദ മാർക്കറ്റ് വാല്യൂ ഓഫ് ഇറ്റ്സ് ഇക്വിറ്റി ഷെയർസ്. മാർക്കറ്റിൽ അതിൻ്റെ ഇക്വിറ്റി ഷെയറിൻ്റെ വാല്യൂ മെയിൻറ്റെയിൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഫേമിന് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പണം ആവശ്യമാണ്. അതിന് വേണ്ടി കൊടുക്കുന്ന റേറ്റ് ഓഫ് റിട്ടേൺ ആണിത്. ഇറ്റ് ഈസ് ദ റിവാർഡ് ഫോർ ബിസിനസ് റിസ്ക് ആൻഡ് ഫിനാൻഷ്യൽ റിസ്ക്. നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന ഒരു ബിസിനസ് ആണെങ്കിൽ ആ ബിസിനസ്സുകാരൻ തീർച്ചയായിട്ടും ബിസിനസ്സിൻ്റെതായിട്ടുള്ള റിസ്കുകളും ഫിനാൻഷ്യലായിട്ട് വരുന്ന റിസ്കുകളെല്ലാം സഫർ ചെയ്യുന്നുണ്ട്. എന്നിട്ടാണ് പ്രോഫിറ്റ് ഉണ്ടാക്കിയെടുക്കുന്നത്. സോ അവർക്ക് കൊടുക്കുന്നൊരു പ്രതിഫലം, റിവാർഡാണ് ഈ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത്, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 3 എലമെൻറ്റ്സ്. ഈ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിലെ 3 എലമെൻറ്റുകളുണ്ട്. ഒന്ന് റിസ്ക്ലെസ് കോസ്റ്റ് ഓഫ് ദ പെർട്ടിക്കുലർ സോഴ്സ്. ഏതെങ്കിലും ഒരു പ്രത്യേക സോഴ്സിലത്തെ നമുക്ക് റിസ്ക് ഇല്ലാത്ത കോസ്റ്റ് ആണ്. പിന്നെ ബിസിനസ് റിസ്ക് പ്രീമിയം വരുന്നുണ്ട്, ഫിനാൻഷ്യൽ റിസ്ക് പ്രീമിയവും വരുന്നുണ്ട്. ഇത്രയാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നത് അതിൻ്റെ അസംഷൻസ് ആണ്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ പറഞ്ഞിരിക്കുന്നതെന്നാണ് പറയുന്നത്. ഇവിടെ വരുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ കറക്റ്റായിട്ട് എല്ലാം മെൻഷൻ ചെയ്യുന്ന അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യുന്ന കോസ്റ്റുകളായിരിക്കാം. ദാറ്റ് ഇസ് എക്സ്പ്ലിസിറ്റ് ഓർ ഇംപ്ലിസിറ്റ്. രണ്ടാമത്തത് ഫേമിൻ്റെ ക്യാപിറ്റൽ സ്ട്രക്ചർ ഒരിക്കലും ഇതുകൊണ്ട് എന്ത് ചെയ്യുന്നില്ല, ചേഞ്ച് ചെയ്യപ്പെടുന്നില്ല. മൂന്നാമത്തത് കോസ്റ്റ് ഓഫ് ഈച്ച് സോഴ്സ് ഓഫ് ക്യാപിറ്റൽ ഈസ് ഡിറ്റർമിൻഡ് ഓൺ ആൻ ആഫ്റ്റർ ടാക്സ് ബേസിസ്. ഏത് സോഴ്സിലൂടെ നമുക്ക് ക്യാപിറ്റൽ റേസ് ചെയ്താലും അത് എപ്പോഴും ആഫ്റ്റർ ടാക്സ് ബേസിസിലാണ് ചെയ്യുന്നത്. ആൻഡ് നാലാമത്തേൽ ഫിനാൻഷ്യൽ ആൻഡ് ബിസിനസ് റിസ്ക് ആർ അൺഅഫക്റ്റഡ് ബൈ ആക്സെപ്റ്റൻസ് ആൻഡ് ഫിനാൻസിങ് ഓഫ് പ്രോജക്ട്സ്. ഫിനാൻഷ്യൽ ആൻഡ് ബിസിനസ് റിസ്ക്, 2 റിസ്കുകൾ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു. അതെങ്ങനെയാണ്, ആക്സെപ്റ്റൻസ് ആൻഡ് ഫിനാൻസിങ് ഓഫ് പ്രോജക്റ്റ്. ഒരു പ്രോജക്റ്റിന് വേണ്ടിയിട്ട് അത് ആക്സെപ്റ്റ് ചെയ്യുന്നതോ ഫിനാൻസ് ചെയ്യുന്നത് കൊണ്ട് ഒരിക്കലും അതിൻ്റെ ഫിനാൻഷ്യൽ ബിസിനസ് റിസ്കിനെ ഒന്നും ബാധിക്കുന്നില്ല എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ അസംഷൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് ഈ ഒരു കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് യൂസ്ഫുൾ ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഡെസിഷൻ. ഒരു ഫേമിനെ സംബന്ധിച്ചോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്
ഡെസിഷൻ എടുക്കുക എന്നുള്ളത്. എങ്ങനെ ഡെസിഷൻ എടുക്കേണ്ടത്? അതിൻ്റെ ഫേമിൻ്റെ പ്രോഫിറ്റബിലിറ്റി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ആ പ്രോഫിറ്റിൽ നിന്നാണ് നമുക്ക് ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനുള്ള ഒരു അവസരങ്ങൾ വരുന്നത്. അപ്പോൾ കൃത്യമായിട്ട് അത് അറിയണം എന്നുണ്ടെങ്കിൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വളരെ അധികം യൂസ്ഫുൾ ആണ് ഈ ഒരു കേസിന്. രണ്ടാമത്തെ, യൂസ്ഫുൾ ഇൻ ഡിസൈനിങ് ക്യാപിറ്റൽ സ്ട്രക്ചർ. ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഒരു ഫേമിന് എത്ര ഡെപ്റ്റ് വരെ ആവാം, എത്ര ഇക്വിറ്റി വേണം, അത് രണ്ടും ചേരുമ്പോഴാണ് അതിൻ്റെ ഒരു ക്യാപിറ്റൽ സ്ട്രക്ചർ ഉണ്ടാവുന്നത്. അത് ഡിസൈൻ ചെയ്യണമെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അറിയണം. ഡിസൈഡിങ് ദ മെത്തേഡ് ഓഫ് ഫിനാൻസ്. ഒരു കമ്പനിക്ക് ഫണ്ടിങ് ആവശ്യമായിട്ട് വരുമ്പോൾ ഏറ്റവും ചിലവ് കുറഞ്ഞിട്ട് ഫിനാൻസ് എങ്ങനെ റേസ് ചെയ്യാം എന്ന് ഡിസൈഡ് ചെയ്യുന്നതിനും കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആവശ്യമാണ്. യൂസ്ഫുൾ ഇൻ ഇവാലുവേഷൻ ഓഫ് പെർഫോമൻസ് മാനേജ്മെൻറ്റ്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നമുക്ക് പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നതാണ് ടോപ്പ് മാനേജ്മെൻറ്റ് ഫിനാൻഷ്യൽ പെർഫോമൻസിനെ ഇവാലുവേറ്റ് ചെയ്യാൻ. ഇതിൻ്റെ യഥാർത്ഥ ഓണേഴ്സിന് എന്ത് ചെയ്യണം? നമ്മുടെ ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ പെർഫോമൻസ് എങ്ങനെ പോകുന്നുണ്ട്, നല്ല രീതിയിലാണോ എന്നൊക്കെ ഇവാലുവേറ്റ് ചെയ്യണമെങ്കിൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആവശ്യമാണ്. നെക്സ്റ്റ്, യൂസ്ഫുൾ ഇൻ ഇവാലുവേഷൻ ഓഫ് എക്സ്പാൻഷൻ പ്രോജക്റ്റ്. പ്രൊജക്റ്റുകൾ എക്സ്പാൻഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഇറ്റ് ഈസ് ഓൺ ദ ബേസിസ് ഓഫ് കമ്പാരിസൺ ഓഫ് എ ക്യാപിറ്റൽ വിത്ത് മാർജിനൽ റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. ദ ഡെസിഷൻ ടേക്കൺ വെദർ ടു ആക്സെപ്റ്റ് ഓർ റിജക്റ്റ് ദ എക്സ്പാൻഷൻ പ്രോജക്റ്റ്. നമ്മുടെ പ്രോജക്റ്റ് എക്സ്പാൻഡ് ചെയ്യണോ അതോ നമുക്ക് ഇത്ര തന്നെ വളർച്ച മതിയോ? അപ്പോൾ ഇതിനുള്ള തീരുമാനങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാനോ റിജക്റ്റ് ചെയ്യാനോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്നുള്ള റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ആൻഡ് ഓപ്റ്റിമം മൊബിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. നല്ല രീതിയിൽ തന്നെ അതിനെ മൊബിലൈസ് ചെയ്യാൻ, നമ്മുടെ കയ്യിലുള്ള റിസോഴ്സിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കണം. ആൻഡ് അതർ യൂസസ് എന്ന് പറയുന്നത് എത്ര രൂപ നമുക്ക് ഡിവിഡൻഡ് പേയ്മെൻറ്റ് ചെയ്യണം, റിട്ടൈൻഡ് ഏർണിങ്സ് വേണം, നമ്മുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ എങ്ങനെ വേണം, വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നതൊക്കെ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് അത്രയ്ക്കും പ്രാധാന്യം ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഇനി നമുക്ക് നോക്കേണ്ട കാര്യം എങ്ങനെയാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കമ്പ്യൂട്ട് ചെയ്യുന്നത്. 4 മാർഗങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഒന്ന്, കമ്പനിക്ക് വേണമെങ്കിൽ ഡെപ്റ്റ് യൂസ് ചെയ്യാം ഫണ്ടിങ്ങിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പ്രിഫറൻസ് ക്യാപിറ്റൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇക്വിറ്റി ക്യാപിറ്റൽ, അതും അല്ലെങ്കിൽ റീറ്റൈൻഡ് ഏർണിങ്സ്. 4 മാർഗങ്ങളിലൂടെയാണ് ഒരു കമ്പനിക്ക് എന്തുണ്ടാവുന്നത്? ക്യാപിറ്റൽ റേസ് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ അതിലൂടെയാണല്ലോ ഏതുണ്ടാവുന്നത്? അതിൻ്റെ കോസ്റ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ ഈ 4 മാർഗത്തിൽ ഏറ്റവും ചിലവ് കുറഞ്ഞത് ഏതാണ് എന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് വേണം നമുക്കിത് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിലാദ്യം നമ്മൾ പഠിക്കുന്നതാണ് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ്. അതായത് കടപ്പത്രങ്ങൾ ഇറക്കിക്കൊണ്ട് എങ്ങനെ കമ്പനി ഫിനാൻസ് റേസ് ചെയ്യുന്നു, ക്യാപിറ്റൽ റേസ് ചെയ്യുന്നു, അങ്ങനെ ചെയ്യുമ്പോൾ കമ്പനിക്ക് എന്തോരം ചിലവ് വരുന്നുണ്ട് എന്നതാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ ഈ ഡെപ്റ്റിൻ്റെ കോസ്റ്റ് കാണുമ്പോൾ അവിടെ നമുക്ക് ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ഏതൊക്കെയാണ്? പ്രധാനമായിട്ട് ഡിബഞ്ചറും ബോണ്ടുകളുമാണ്. അതിൽ ആദ്യം നമ്മൾ പഠിക്കുന്നത് കോസ്റ്റ് ഓഫ് ഡിബഞ്ചറാണ്. ഡിബഞ്ചർ നമുക്കറിയാലോ എപ്പോഴും എന്താണ്? ഫേമിന് ഒരു ലയബിലിറ്റിയാണ്. ആ ഒരു ഡിബഞ്ചർ ക്യാപിറ്റലിൽ എന്തൊക്കെ ഘടകങ്ങളുണ്ട്? ഡിബഞ്ചേഴ്സും ഉണ്ട്, ബോണ്ടുകളും ഉണ്ട്. കോസ്റ്റ് ഓഫ് ഡിബഞ്ചർ എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ഡിബഞ്ചർ നമ്മൾ ഇറക്കിക്കഴിഞ്ഞാൽ പബ്ലിക് അത് വാങ്ങിക്കുകയാണെങ്കിൽ ആ പബ്ലിക്കിന് നമ്മൾ എന്ത് കൊടുക്കണം? കൃത്യമായിട്ട് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇത് തന്നെയാണല്ലോ കോസ്റ്റ് ഓഫ് ഡിബഞ്ചർ എന്ന് പറയുന്നത്. അതാണ് അതിൻ്റെ ചിലവ് എന്ന് പറയുന്നത്. നമുക്ക് വരുന്ന ചിലവ് അതാണ്. The cost of debenture is the rate of interest payable on debenture. ഈ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന ചിലവ് എന്താ? ആ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് നമ്മൾ എന്ത് കൊടുക്കണം? ഇൻട്രസ്റ്റ് കൊടുക്കണം. അതാണ് നമ്മുടെ ചിലവ്. കമ്പനി ഇഷ്യൂസ് 5 lakh 6% debentures. The before tax cost of this debenture is also 6%. ഇവിടെ എന്താ പറയുന്നത്? ഇവിടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ടാക്സ് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റുന്ന എക്സ്പെൻസ് ആണ്. നമ്മളെപ്പോഴും ഇൻകം ഉണ്ടാക്കുമ്പോൾ ഇൻകത്തിൻ്റെ മുകളിലാണ് ഗവൺമെൻറ് ടാക്സ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുകയും ആ ഡിബഞ്ചറിലൂടെ ഇൻട്രസ്റ്റ് അവിടുത്തെ ഹോൾഡേഴ്സിന് കൊടുക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ടാക്സ് കൊടുക്കുന്ന സമയത്ത് ആ ടാക്സിൽ നിന്ന് നമുക്ക് കിഴിവ് കിട്ടുന്നു എന്നുള്ളതാണ്. വി ഹാവ് ടു കൺസിഡർ ദ ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് ഓഫ് ഡിബഞ്ചർ, especially if we want to judge its impact on the firm's after-tax profitability or compare it to the cost of other types of securities such as preference and equity shares. ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് ആണ് നമ്മൾ നോക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പ്രിഫറൻസ് ഷെയർ, ഇക്വിറ്റി ഒന്ന് കമ്പയർ ചെയ്യണം എന്നാണ് പറയുന്നത്.
അപ്പോൾ ആദ്യത്തെ സോഴ്സ് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ആണ് മനസ്സിലായി. ഡിബഞ്ചർ ആണ് ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത്. അതിൽ തന്നെ രണ്ട് തരത്തിലാണ് കാൽക്കുലേഷൻ വരുന്നത്. അതായത് ഇർറെഡീമബിൾ ഡിബഞ്ചറും ഉണ്ട്, റെഡീമബിൾ ഡിബഞ്ചറും ഉണ്ട്. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇർറെഡീമബിൾ ഡിബഞ്ചറിന്റെ കോസ്റ്റ് കണ്ടുപിടിക്കുന്ന വിധാണ്. എന്താണ് ഈ ഇർറെഡീമബിൾ ഡിബഞ്ചർ എന്ന് പറഞ്ഞാൽ? ഇതിന്റെ വേറൊരു പേരാണ് പെർപെച്വൽ ഡിബഞ്ചർ എന്ന് പറയുന്നത്. ഈ ഒരു ഡിബഞ്ചറിന്റെ പ്രത്യേകത വിച്ച് ആർ നോട്ട് റീപേയബിൾ ഡ്യൂറിങ് ദ ലൈഫ് ഓഫ് ദ കമ്പനി ഉള്ളിടത്തോളം കാലം എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഈ ഇവർ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് അവർക്ക് തിരിച്ച് റീപേ ചെയ്യേണ്ടതായിട്ട് ആവശ്യമേ വരുന്നില്ല. ദീസ് ആർ റീപേയബിൾ ഓൺലി. എപ്പോൾ മാത്രമേ റീപേ ചെയ്യുള്ളൂ? കമ്പനി അടച്ചു പൂട്ടുകയാണെങ്കിൽ മാത്രം. അല്ലാത്ത പക്ഷം അവർക്ക് റീപേയ്മെന്റ് കൊടുക്കേണ്ട ഉത്തരവാദിത്തം കമ്പനിക്ക് ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. ഇൻ ദിസ് കേസ് ദ ടൈം ഓഫ് മെച്യൂരിറ്റി ഈസ് നോട്ട് സ്പെസിഫൈഡ്. അതിന്റെ കാലാവധി ഇതിൽ എഴുതിയിട്ടുണ്ടാവില്ല. കാരണം കമ്പനി ഉള്ളിടത്തോളം കാലമാണ്. അപ്പോൾ എത്ര കാലം ഉണ്ടാവും നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ ഉള്ള വരേക്ക് നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടിക്കൊണ്ടിരിക്കും. അതല്ല കമ്പനി ഇതിന്റെ പ്രവർത്തനം നിർത്തിയിട്ട് അടച്ചു പൂട്ടുമ്പോഴോ ആ സമയത്ത് റീപേ ചെയ്യണം. അല്ലാതെ നമുക്കിപ്പോൾ 10 വർഷം 5 വർഷം പറഞ്ഞിട്ട് അങ്ങനെ ഒരു വർഷം ഇതിലെ മെച്യൂരിറ്റി ഇവിടെ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവില്ല, സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവില്ല. ഇനി നമുക്ക് പഠിക്കാനുള്ള രണ്ട് ഇക്വേഷനാണ്. ഏതൊക്കെയാണ്? ഇർറെഡീമബിൾ ഡിബഞ്ചറിന്റെ കോസ്റ്റ് കമ്പ്യൂട്ട് ചെയ്യാൻ രണ്ട് ഇക്വേഷനാണ് ഇവിടെ പഠിക്കാനുള്ളത്. ഒന്ന് ബിഫോർ ടാക്സും രണ്ട് ആഫ്റ്റർ ടാക്സും. ഒന്ന് ടാക്സ് കൊടുക്കുന്നതിന് മുന്നേ കാൽക്കുലേഷൻ നടത്തുന്നത് ഇങ്ങനെയാണ്, രണ്ട് കൊടുത്തതിന് ശേഷം കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. അപ്പം ആ ബിഫോർ ടാക്സ് ആണെങ്കിൽ KD ദാറ്റ് ഇസ് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ഈക്വൽ ടു I/NP ഇൻറ്റു 100. I എന്ന് പറയുന്ന ഇൻട്രസ്റ്റ്, NP എന്ന് പറയുന്ന നെറ്റ് പ്രൊസീഡ്സ് ആണ് ഡിബഞ്ചറിന്റെ, അല്ലെങ്കിൽ ആ പ്രിൻസിപ്പൽ എമൗണ്ടിനെയാണ്. ഇനി ആഫ്റ്റർ ടാക്സ് ആണെങ്കിലോ ഇക്വേഷൻ സെയിം തന്നെയാണ്, ഒരൊറ്റ കാര്യം അധികം വരുന്നുള്ളൂ. ഈ ഐയുടെ അവിടെ 1 - T എന്ന് കൂടി ചേർക്കണം. അതായത് ഒന്നിൽ നിന്ന് ടാക്സ് റേറ്റ് എത്രയാണോ അതും കൂടി കുറയ്ക്കണം എന്ന് മാത്രമേ അവിടെ ഉള്ളൂ. അപ്പോൾ എളുപ്പം പറയുകയാണെന്ന് വെച്ചാൽ ബിഫോർ ടാക്സ് കോസ്റ്റ് ഇൻറ്റു 1 - T ചെയ്താലും മതിയാവും. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ചിലപ്പോൾ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുമ്പോൾ അത് പ്രീമിയത്തിനോ ഡിസ്കൗണ്ടിനോ ഒക്കെ ആയിരിക്കാം. അപ്പം നെറ്റ് പ്രൊസീഡ്സ് എന്ന് പറയുന്നത് എന്താണ്? അത് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്ന പണത്തിനെ അല്ലെങ്കിൽ വരുമാനത്തിനെയാണ് എന്ത് പറയുന്നത്? നെറ്റ് പ്രൊസീഡ്സ് എന്ന് പറയുന്നത്. അത് എപ്പോഴും അതിൻ്റെ ഫേസ് വാല്യൂ ആയിക്കൊള്ളുന്നില്ല. ചിലപ്പോൾ പ്രീമിയത്തിനായിരിക്കാം ഇഷ്യൂ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ പ്രീമിയത്തിന് ഇഷ്യൂ ചെയ്യുമ്പോൾ ഇനി എന്താ നിങ്ങൾക്ക് ഫേസ് വാല്യൂ, പ്രീമിയം, പാർ അല്ലെങ്കിൽ ഡിസ്കൗണ്ട് എന്നൊന്നും പറഞ്ഞു തരാം. ഒരു കമ്പനി ഒരു ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നത് 100 രൂപയ്ക്കാണെന്ന് തീരുമാനിച്ചതെന്ന് വിചാരിക്കാം. ആ 100 രൂപേനെയാണ് എന്ത് പറയുന്നത്? അതിൻ്റെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ആ 100 രൂപയ്ക്ക് തന്നെയാണ് 100 രൂപ വിലയുള്ള ഡിബഞ്ചറിനെ 100 രൂപയ്ക്ക് തന്നെയാണ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ അതിനെന്ത് പറയും? ഇഷ്യൂഡ് അറ്റ് പാർ വാല്യൂ, അതായത് ഒറിജിനൽ വാല്യൂവിൽ തന്നെയാണ് ഇഷ്യൂ ചെയ്യുന്നത്. അതേസമയം 100 രൂപ വിലയുള്ള ഡിബഞ്ചറിനെ നമ്മൾ 120 രൂപയ്ക്ക് അതായത് കൂട്ടിയിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ അവിടെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇഷ്യൂഡ് അറ്റ് പ്രീമിയം എന്ന് പറയുന്നത്. ഇനി 100 രൂപ വിലയുള്ള ഡിബഞ്ചറിനെ 80 രൂപയായിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ അവിടെ നമ്മൾ വില കുറച്ചിട്ടാണ് കൊടുക്കുന്നത്. അതിനാണ് ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. ഇനി ഇതേപോലെ തന്നെ ഈ ഇഷ്യൂവുമായി ബന്ധപ്പെട്ട് പറയുമ്പം പ്രീമിയത്തിനോ ഡിസ്കൗണ്ടിനോ ഫേസ് വാല്യൂനോ ഒക്കെ നമ്മൾ ഇഷ്യൂ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ വരുന്ന സമയത്ത് ചിലപ്പോൾ കുറച്ച് കോസ്റ്റ് ഇതുമായി അനുബന്ധിച്ച് വരാറുണ്ട്. അതിനെ പറഞ്ഞ പേരാണ് ഫ്ലോട്ടേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. ഫ്ലോട്ടേഷൻ കോസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ all types of expenses which are incurred in connection with the issue of debenture or bonds to obtain the fund. ഫണ്ടുകൾ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ബോണ്ടുകളോ ഡിബഞ്ചറോ നമ്മൾ ഇഷ്യൂ ചെയ്യുന്നതുമായി അതിനോടനുബന്ധിച്ച് വരുന്ന ചെലവുകളെയാണ് ഫ്ലോട്ടേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. അഡ്വർടൈസ്മെൻറ്റ് ചാർജ് വരും, സ്റ്റേഷനറി ആൻഡ് പ്രിൻറ്റിങ്, സ്റ്റാമ്പ് ഡ്യൂട്ടി, ബ്രോക്കറേജ്, അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ, അങ്ങനെ ഒരുപാട് ചിലവ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതിനെയാണ് ഫ്ലോട്ടേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ പഠിക്കേണ്ടത് പ്രധാനമായിട്ടും ഇതാണ്. നമുക്ക് ആ 3 കേസിൽ NP കാണുന്ന വിധാണ്. ഡിബഞ്ചർ പാർഡനെ ഇഷ്യൂ ചെയ്യുന്നെങ്കിൽ NP കാണാനുള്ളത് അതിൻ്റെ ഫേസ് വാല്യൂ മൈനസ് അതിനെന്തെങ്കിലും ഫ്ലോട്ടേഷൻ കോസ്റ്റോ ഇഷ്യൂ എക്സ്പെൻസോ വന്നിട്ടുണ്ടെങ്കിൽ അത് കുറയ്ക്കുക. ഇനി പ്രീമിയത്തിനാണ് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ NP എന്ന് പറയുന്നത് അതിൻ്റെ ഒറിജിനൽ ഫേസ് വാല്യൂ എന്താണോ അത് എഴുതുക, പ്ലസ് ആ പ്രീമിയം അധികം വരുന്ന തുകയും കൂടി കാണിക്കുക, അതിൽ നിന്ന് ഇഷ്യൂ എക്സ്പെൻസ് കുറയ്ക്കുക. ഇനി ഡിസ്കൗണ്ടിനാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ ഫേസ് വാല്യൂ എഴുതുക, അതിൽ നിന്ന് ഡിസ്കൗണ്ട് ചെയ്ത് കുറച്ചിട്ടുള്ള എമൗണ്ട് കാണിക്കുക, എന്നിട്ട് ഇഷ്യൂ എക്സ്പെൻസും കൂടി നോക്കുക.
എപ്പോഴും നമ്മൾ പ്രീമിയത്തിന് ഇഷ്യൂ ചെയ്യുമ്പോൾ നെറ്റ് പ്രൊസീഡ്സ് ഇൻക്രീസ് ചെയ്യും. അറിയാലോ, 100 രൂപയുടെ സാധനം 120 കൊടുക്കുമ്പോൾ അവിടെ 20 രൂപ പ്രീമിയമാണ്. അപ്പോൾ നമുക്ക് എന്തുണ്ടാവും? കോസ്റ്റ് ഡിക്രീസ് ചെയ്യും. കോസ്റ്റ് കുറയുകയും ചെയ്യും, നമ്മുടെ നെറ്റ് പ്രൊസീഡ്സ് ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും. ഇനി തിരിച്ചാണെങ്കിലോ, ഈ ഡിസ്കൗണ്ടിനാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിലോ അപ്പോൾ എന്താണ്? കോസ്റ്റ് കൂടും, അതേപോലെ NP അവിടെ കുറയും എന്നുള്ളതാണ് പറയുന്നത്. നെറ്റ് പ്രൊസീഡ്സ് കുറയും. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ ബേസ് ചെയ്തുകൊണ്ട് പ്രോബ്ലംസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, എ ലിമിറ്റഡ് ഇഷ്യൂഡ് ₹1,08,000 ഡിബഞ്ചേഴ്സ് അറ്റ് പാർ. ടാക്സ് റേറ്റ് ആപ്ലിക്കബിൾ ടു ദ കമ്പനീസ് ഈസ് 50%. കമ്പ്യൂട്ട് ദ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ക്യാപിറ്റൽ. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ, എ ലിമിറ്റഡ് 1,00,000-ന്റെ 8% ഡിബഞ്ചേഴ്സ് പാറിനാണ് ഇഷ്യൂ ചെയ്യുന്നത്. റേറ്റ് ഓഫ് ടാക്സ് എന്ന് പറയുന്നത് 50%, നമ്മളോട് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കമ്പ്യൂട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ഇക്വേഷൻ നമ്മൾ എഴുതി, KD = ഇവിടെ ടാക്സ് 50% തന്നതുകൊണ്ട് ഏത് ഇക്വേഷൻ ഉപയോഗിക്കേണ്ടത്? ആഫ്റ്റർ ടാക്സ് ആണ് ഉപയോഗിക്കുക. അപ്പോൾ I × 1 - T/NP × 100. I എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ആണ്. ഈ ഇൻട്രസ്റ്റ് കാണുന്നത് എങ്ങനെയാണ്? 1,00,000-ന്റെ 8% ആണ് നമുക്ക് ഡിബഞ്ചറിന് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടത്. അപ്പോൾ 1,00,000-ന്റെ 8% എന്ന് പറയുന്നത് 8,000 ആണ് കിട്ടുക. പിന്നെ ഇക്വേഷനിൽ 1 അതുപോലെ എഴുതി, -T ടാക്സ് റേറ്റ് ആണ്. 50% എന്ന് പറയുമ്പോൾ എത്ര വരിക? 0.5 ആണ്. ഡിവൈഡഡ് ബൈ അതിൻ്റെ ഇപ്പോഴത്തെ നെറ്റ് പ്രൊസീഡ്സ് എന്ന് പറയുന്നത് 1 lakh ആണ്, × 100. അപ്പോൾ സെയിം ആ ഒരു ആപ്ലിക്കേഷൻ അവിടെ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മൾ 8,000 × 1 - 0.05 എന്ന് പറയുമ്പോൾ എത്ര വരിക? 0.5. ആദ്യം ഇതാണ് മൈനസ് ചെയ്യേണ്ടത്. മൈനസ് ചെയ്ത് കിട്ടുമ്പോൾ 0.5 ആണ് ആൻസർ കിട്ടുക. അതിനെ 8,000 കൊണ്ട് ഗുണിക്കുക, അപ്പോൾ 4,000 വരും. 4,000 ബൈ 1,00,000 ചെയ്യുക, × 100 കൂടി ചെയ്യുമ്പോൾ നമുക്ക് 4% എന്ന ആൻസർ വരും. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ബി ലിമിറ്റഡ് ഇഷ്യൂഡ് 1,08,000 ഡിബഞ്ചേഴ്സ് അറ്റ് എ പ്രീമിയം ഓഫ് 10%. ടാക്സ് 60% ആണെന്നും പറയുന്നുണ്ട്. അപ്പോൾ പ്രീമിയം 10%-ാണ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? KD = ഇക്വേഷൻ ഒക്കെ സെയിം തന്നെയാണ്. ഇവിടെ നമ്മൾ 8,000 രൂപ എഴുതുന്നുണ്ട്, അതായത് 1,00,000-ന്റെ 8%. ഓക്കെ, ഇവിടെയും 1,00,000-ന്റെ 8% ഇൻട്രസ്റ്റ് ആണ്. ഇനി 1 - ടാക്സ് എത്രയാണ്? 60% എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ വരിക? 0.6 ഡിവൈഡഡ് ബൈ 1,10,000. എങ്ങനെ ഈ 1,10,000 വരുന്നത്? അതായത് 1,00,000-ന്റെ 10% ആണ് പ്രീമിയത്തിന് കൊടുക്കുന്നത്. നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് 10%. അപ്പോൾ 1,00,000-ന്റെ 10% പറയുമ്പോൾ എത്ര വരിക? 10,000 രൂപയാണ് വരിക. അപ്പോൾ ആ 1,00,000-നോട് കൂടിയിട്ട് എന്ത് ചെയ്യണം? ഈ 10,000 കൂടി ആഡ് ചെയ്യുക, പ്രീമിയം കൂടി. അപ്പോൾ 1,10,000 × 100. അത് അങ്ങനെ 1 - 0.6 പറയുമ്പോൾ 0.4 വരും. 0.4-നെ 8,000 കൊണ്ട് ഗുണിക്കുക, അതിനുശേഷം 1,10,000 ഡിവൈഡ് ചെയ്യുക, ലാസ്റ്റ് × 100 ചെയ്യുമ്പോൾ നമുക്ക് 2.91% ആണ് കിട്ടുന്നത്. അടുത്തത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. സി ലിമിറ്റഡ് ഇഷ്യൂഡ് 1,08,000 ഡിബഞ്ചേഴ്സ് അറ്റ് എ ഡിസ്കൗണ്ട് ഓഫ് 5%. ടാക്സ് റേറ്റ് 50% തന്നെയാണ്. കമ്പ്യൂട്ട് ദ കോസ്റ്റ് ഓഫ് ഡെറ്റ് ക്യാപിറ്റൽ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഇതേ ഇക്വേഷൻ എഴുതിയതിന് ശേഷം ഇവിടെ ഡിസ്കൗണ്ടിനാന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റ് എപ്പോഴും എന്താ? 1,00,000-ന്റെ 8%, 8,000 × 1 - T, 1 - ടാക്സ് 0.5, 50%, ഡിവൈഡഡ് ബൈ 95. എങ്ങനെ ഈ 95 കിട്ടിയത്? 1,00,000-ന്റെ 5% കാണാം, അതായത് ഡിസ്കൗണ്ട് 5% അല്ലേ. അപ്പോൾ 1,00,000-ന്റെ 5% കാണുമ്പോൾ 5,000 രൂപ കിട്ടും. ആ 5,000-ന് എന്ത് ചെയ്യണം? 1,00,000-ൽ നിന്ന് കുറയ്ക്കണം. അപ്പോൾ കുറയ്ക്കുന്ന സമയത്ത് 95,000 വരും, × 100. അപ്പോൾ 4.21% എന്ന് പറയും. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഡി ലിമിറ്റഡ് ഇഷ്യൂസ് 2,09,000 ഡിബഞ്ചർ അറ്റ് എ പ്രീമിയം ഓഫ് 10%. ഫ്ലോട്ടേഷൻ കോസ്റ്റ് 2%. റേറ്റ് ഓഫ് ടാക്സ് 60%. ഇത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നാലാമത്തെ കേസിൽ ഇക്വേഷനൊക്കെ എഴുതി, I × 1 - T/NP × 100 എന്ന് എഴുതി. ഇൻട്രസ്റ്റ് എത്രയാണെന്നുള്ളത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എത്ര വരും? നമുക്ക് എത്ര രൂപയുടെയാണെന്നുള്ളത് അവിടെ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ നെറ്റ് പ്രൊസീഡ്സ് ആണ് കാണുന്നത്. നെറ്റ് പ്രൊസീഡ്സ് പറഞ്ഞാൽ 2,00,000 ആണ് ഡിബഞ്ചറിൻ്റെ വാല്യൂ. അപ്പോൾ 2,00,000-നോടൊപ്പം പ്രീമിയത്തിന് ഇഷ്യൂ ചെയ്തു പറഞ്ഞു. 2,00,000-ന്റെ 10% നോക്കുക. അപ്പോൾ 2,00,000-ന്റെ 10% എത്ര വരും? 20,000 വരും. അപ്പോൾ 2,00,000 20,000 കൂടി ആഡ് ചെയ്യുക.
അതാണ് ഇവിടെ നമുക്ക് നെറ്റ് പ്രൊസീഡ്സ് എന്ന് പറയുന്നത്. എന്നിട്ട് അതിൽ നിന്ന് നമുക്ക് എന്ത് കുറയ്ക്കണം? ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഒരു 2% വന്നിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ ഇപ്പോൾ 2.20 ഉള്ളത്. 2.20ൻ്റെ 2/100 2% കോസ്റ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? 2,15,600 എന്ന് കിട്ടും നെറ്റ് പ്രൊസീഡ്സ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് 18,000 അതിൻ്റെ ഇൻട്രസ്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ 9% ഇൻട്രസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ 18,000 കിട്ടിയത് ഡൗട്ട് വേണ്ട. ഇവിടെ 2,00,000ൻ്റെ 9% 18,000 എന്ന് പറയുന്നത്. നമ്മൾ എൻ പിയുടെ മുകളിലല്ല കേട്ടോ എന്ത് കാണുന്നത്, ഡിസ്കൗണ്ട് അല്ല ഇൻട്രസ്റ്റ് കാണേണ്ടത്. ഇൻട്രസ്റ്റ് എപ്പോഴും ഇതിൻ്റെ മുകളിലാണ് കാണുന്നുണ്ട്, അതിൻ്റെ ഫേസ് വാല്യൂ എന്താണോ അതിൻ്റെ മുകളിൽ. അപ്പോൾ ഇവിടെ 2,00,000ൻ്റെ 9% 18,000 കിട്ടിയിട്ടുണ്ട്. 1 - 0.6 അതായത് 60% ഡിവൈഡഡ് ബൈ ഇവിടെ എൻ പി എഴുതുമ്പോൾ ഈ എമൗണ്ട് എഴുതുക 2,15,600 ഇൻറ്റു 100. അപ്പോൾ 18,000 ഇൻറ്റു 1 - 0.6 പറയുമ്പോൾ എത്ര വരിക? 4 ആണ് വരിക, 0.4 ആണ് വരിക. അപ്പോൾ അത് ഇൻറ്റു ചെയ്യുക ബൈ 2,15,600 ചെയ്യുക, ബാക്കി ഇൻറ്റു 100. അപ്പോൾ 3.34% എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാവേണ്ട കാര്യം എന്ന് പറയുന്നത് ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് ഓഫ് ഡിബഞ്ചർ ഈസ് കാൽക്കുലേറ്റഡ് ബിക്കോസ് ദ ഫേം സേവ്ഡ് ഓൺ അക്കൗണ്ട് ഓഫ് ടാക്സ് ബൈ യൂസിങ് ഡെപ്റ്റ്. എന്തുകൊണ്ടാണ് എപ്പോഴും ആഫ്റ്റർ ടാക്സ് കാണുന്നത്? കാരണം ഈ ഡെറ്റ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് അതിൽ കുറച്ച് ഇളവുകൾ കിട്ടണമെങ്കിൽ നമുക്ക് എപ്പോഴും ആഫ്റ്റർ ടാക്സ് ആണ് ബെറ്റർ ആയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് പഠിച്ചത്? കോസ്റ്റ് ഓഫ് ഇറെഡീമബിൾ ഡിബഞ്ചർ പറഞ്ഞത്. ഇനി നെക്സ്റ്റ് പറയുന്നത് കോസ്റ്റ് ഓഫ് റെഡീമബിൾ ഡിബഞ്ചർ ആണ്. റെഡീം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡിബഞ്ചർ വാങ്ങുമ്പോൾ തന്നെ അതിൻ്റെ കാലയളവ് അതിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും. സർട്ടൻ പീരീഡ് 5 വർഷം 10 വർഷം 20 വർഷം അതിൽ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അതിനാണ് എന്ത് പറയുന്നത്? റെഡീമബിൾ ഡിബഞ്ചർ എന്ന് പറയുന്നത്. ആ ടൈം പീരീഡിനനുസരിച്ചാണ് ഇവിടെ റിഡംഷൻ പറയുന്നത്. അപ്പോൾ റെഡീമബിൾ അതായത് എക്സാമ്പിൾ പറയുകയാണെന്ന് വെച്ചാൽ ആ ഡിബഞ്ചർ വാങ്ങുമ്പോൾ തന്നെ അതിൽ 10 വർഷം 20 വർഷം എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ 20 വർഷം കഴിയുമ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം? കമ്പനിയിലേക്ക് നമ്മളത് ഏൽപ്പിക്കണം. കമ്പനി നമുക്ക് നമ്മുടെ ക്യാപിറ്റൽ റീപേ ചെയ്യണം. ഇതാണ് റിഡംഷൻ എന്ന് പറയുന്നത്. അപ്പോൾ റെഡീമബിൾ ഡിബഞ്ചേഴ്സിൻ്റെ കോസ്റ്റാണ് ഇനി കാണാൻ പോണത്. മറ്റത് ഇറെഡീമബിൾ ആയിരുന്നു. അപ്പോൾ അതിൽ ഇക്വേഷൻ നോക്കുക. അതിലും ബിഫോർ ടാക്സും ആഫ്റ്റർ ടാക്സും ഉണ്ട്. അപ്പോൾ ഇവിടെ ഇക്വേഷൻ എന്ന് പറയുന്നത് I + 1/n RV - NP ഡിവൈഡഡ് ബൈ ഹാഫ് RV + NP. ഇവിടുത്തെ മൈനസ് ഇവിടെ പ്ലസ് ആയി മാറും. ഇവിടെ ഹാഫ് വരും, ഇവിടെ 1/n വരും, ഇവിടെ 1/2 വരും, ഇൻറ്റു 100. ഇതാണ് ബിഫോർ ടാക്സ് കോസ്റ്റ്. ഇനി ഇതിൽ I ഇൻട്രസ്റ്റ് ആണ്, N എന്ന നമ്പർ ഓഫ് ഇയേഴ്സ് ആണ്, RV എന്ന് പറയുമ്പോൾ റെഡീം ചെയ്യുന്ന വാല്യൂ, അതായത് ആ റിഡംഷൻ സമയത്ത് എന്താണ് എമൗണ്ട് കൊടുക്കുന്നത് അതിനാണ് RV എന്ന് പറയുന്നത്. NP എന്ന് പറയുന്നത് ആസ് യൂഷ്വൽ നെറ്റ് പ്രൊസീഡ്സ് തന്നെയാണ്. ഇതാണ് ബിഫോർ ടാക്സിൻ്റെ ഇക്വേഷൻ വരുന്നത്. ഇനി ആഫ്റ്റർ ടാക്സിൻ്റെ ഇക്വേഷൻ കണ്ട് പേടിക്കേണ്ട. ഈ ഇക്വേഷൻ പഠിച്ച ആൾക്ക് ഇതും എളുപ്പമാണ്. കാരണം എന്താ വെച്ചാൽ ഈ ഇക്വേഷൻ്റെ അവിടെ ഈ I വരുന്നുണ്ടല്ലോ, അവിടെ നമ്മൾ നേരത്തെ പഠിച്ച പോലെ 1 - T ചേർക്കണം എന്നേ ഉള്ളൂ. ടാക്സ് കൊടുക്കുമ്പോൾ എപ്പോഴും ആ ഒരു 1 - T അവിടെ ചേർക്കണം എന്നേ ഉള്ളൂ. ബാക്കി എല്ലാം സെയിം തന്നെയാണ്. മുകളിൽ മൈനസും താഴെ പ്ലസും. RV NP എടുക്കുക. ഇവിടെ 1/n ആണ്, ഇവിടെ 1/2 ആണ്. ഓക്കെ, അപ്പോൾ സെയിം ഇക്വേഷൻ അതിൽ നമ്മൾ നേരത്തെ പഠിച്ച പോലെ ആകെ 1 - T മാത്രമാണ് അതിൽ ചേർക്കേണ്ട ആവശ്യമുള്ളൂ. ഇനി ഇതിൻ്റെ ഒരു എക്സാമ്പിളും കൂടി ചെയ്യുമ്പോൾ ഇത് കംപ്ലീറ്റ് ആവും. അസ്യൂമിങ് ദാറ്റ് എ ഫേം പേസ് ടാക്സ് അറ്റ് 50% റേറ്റ്, കമ്പ്യൂട്ട് ദ ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ക്യാപിറ്റൽ ഇൻ ദ ഫോളോയിങ് കേസസ്. പെർപ്പച്വൽ ബോണ്ട് സോൾഡ് അറ്റ് പാർ. പെർപ്പച്വൽ പറയുമ്പോൾ ഇറെഡീമബിൾ ആണ് കേട്ടോ, പാറിനാണ് കൊടുക്കുന്നത്. കൂപ്പൺ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 7%. രണ്ടാമത്തത് 10 year 8%, 1,000 പെർ ബോണ്ട് സോൾഡ് അറ്റ് ₹950 ലെസ് 4% അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ. അപ്പോൾ 2 ക്വസ്റ്റ്യൻ അവിടെ തന്നിരിക്കണം. 10 വർഷത്തെ ബോണ്ട് പറയുമ്പോൾ അത് ഏതാ? റെഡീമബിൾ ആണ്. ഇൻട്രസ്റ്റ് 8% ഒരു ബോണ്ടിൻ്റെ വില 1000 രൂപയാണ്. പക്ഷെ അത് കൊടുക്കുന്നത് എത്ര രൂപയ്ക്കാണ്? 950ക്കാണ് കൊടുക്കുന്നത്. ഒപ്പം തന്നെ അണ്ടർ റൈറ്റിംഗ് കമ്മീഷനായിട്ടുള്ള 4% ചാർജും വരുന്നുണ്ട്. അപ്പോൾ ഈ രണ്ടെണ്ണത്തിൻ്റെയാണ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ ആദ്യത്തെ കേസ് എടുക്കുക. പെർപ്പച്വൽ ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് റീപേയ്മെൻറ്റ് ഇല്ലാത്തത്. ഓക്കെ, 7% കൂപ്പൺ റേറ്റ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ കോസ്റ്റ് ഓഫ് പെർപ്പച്വൽ ബോണ്ട് കാണാനുള്ള ഇക്വേഷൻ KD = I × 1 - T ഡിവൈഡ് ബൈ NP × 100.
അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുക എത്ര രൂപയാണ് വരുന്നത്. ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 7%. അപ്പോൾ 7 ഇൻറ്റു 1 മൈനസ് 0.50 ആണ് ടാക്സ് റേറ്റ് എന്ന് പറയുന്നുണ്ട്. 0.5 ഡിവൈഡഡ് ബൈ പ്രത്യേകിച്ച് ഒന്നും പറയാത്തതുകൊണ്ട് തന്നെ ഇവിടെ നെറ്റ് പ്രൊസീഡ്സ് എത്ര 7% എന്നല്ലേ, 100ൽ 7 എന്നർത്ഥം. അപ്പോൾ ഇവിടെ 100 തന്നെയാണ് നെറ്റ് പ്രൊസീഡ്സ് ഇൻറ്റു 100. അപ്പോൾ 1 മൈനസ് 0.5 ചെയ്യുമ്പോൾ 0.5 വരും. 0.5 ഇൻറ്റു 7 ചെയ്യുക. ആ കിട്ടുന്ന ആൻസറിനെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്തതിന് ശേഷം 100 കൊണ്ട് ഇൻറ്റു ചെയ്യുക. അപ്പോൾ 3.5% എന്ന് കിട്ടും. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ പറയുന്നത് 10 വർഷം കഴിഞ്ഞ് റെഡീം ചെയ്യും. 8% 1000 രൂപയാണ് ഒരു ബോണ്ടിന്. പക്ഷേ 950 കൊടുക്കുന്നത്. 4% കമ്മീഷനും വരുന്നുണ്ട്. അപ്പോൾ ഇക്വേഷൻ ഇതേപോലെ എഴുതുക. I ഇൻറ്റു 1 മൈനസ് ടി പ്ലസ് 1 ബൈ എൻ ആർ വി മൈനസ് എൻ പി ഡിവൈഡഡ് ബൈ ഹാഫ് ആർ വി പ്ലസ് എൻ പി ഇൻറ്റു 100. അപ്പോൾ ഇവിടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എത്ര വരിക, 80 വരുന്നത്. അപ്പോൾ 80 വരിക എന്ന് പറയുമ്പോൾ ഒരു ബോണ്ടിന് 8% ഇൻട്രസ്റ്റ് കൊടുക്കുന്നത്. 1000 രൂപ വില വരുന്നത്. അപ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് കണക്കാക്കുക എത്ര, 1000ൻ്റെ 8%. അപ്പോൾ 80 വരുന്നത്. ഇൻറ്റു 1 മൈനസ് ടാക്സ് എത്രയാണ്, 50%, 0.5 പ്ലസ് 1 ബൈ എൻ എത്ര വർഷത്തേക്കുള്ളതാണ്, 10 വർഷത്തേക്ക്. അപ്പോൾ 1 ബൈ എൻ ഇൻറ്റു ആർ വി മൈനസ് എൻ പി റെഡീം ചെയ്യുമ്പോഴുള്ള വാല്യൂ എത്ര, 1000 രൂപയാണ്. മൈനസ് നെറ്റ് പ്രൊസീഡ്സ് എത്ര വരുന്നത്, 912. കാരണം എന്താണ്, അവിടെ 912 നമുക്ക് കിട്ടുന്നത് 1000ൻ്റെ 8% നമ്മൾ കാണും. ഒപ്പം തന്നെ അതിൽ 950 കൊടുക്കണമെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ അതിൽ നിന്ന് ഏതും കൂടി പോകണം, നമ്മുടെ അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ കൂടി കുറയണം. അപ്പോൾ അതും കൂടി കുറച്ച് കഴിഞ്ഞാൽ 54% കൂടി കണ്ട് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ഈ നെറ്റ് പ്രൊസീഡ്സ് ഇവിടെ കിട്ടും കറക്റ്റായിട്ട്. അപ്പോൾ അങ്ങനെ കിട്ടുന്ന വാല്യൂ ആണ് 912 എന്ന് പറയുന്നത്. അത് 1000ൽ നിന്ന് 912 കുറയ്ക്കുക. ഡിവൈഡഡ് ബൈ ഹാഫ്, നമ്മുടെ ഇക്വേഷനിലുള്ള ഹാഫ് ആർ വി പ്ലസ് എൻ പി പറഞ്ഞാൽ ഇത് തമ്മിൽ തന്നെ ആഡ് ചെയ്യുക ഇൻറ്റു 100. അപ്പോൾ ഇവിടെ ചെയ്യുമ്പോൾ ആദ്യം ഈ സെക്ഷൻ ചെയ്യുക. അതായത് 80 ഇൻറ്റു 1 മൈനസ് 5 എന്ന് പറയും 0.5 ആണ്. 0.5 ഇൻറ്റു 80 ചെയ്യുക. അപ്പോൾ നമുക്ക് 40 എന്ന് കിട്ടും. പ്ലസ് 1/10 ഉണ്ട്. ഇവിടെ അത് ആദ്യം 1000ൽ നിന്ന് 912 കുറയ്ക്കുക. കുറച്ചതിന് ശേഷം 1/10 കൊണ്ട് ചെയ്യുമ്പോൾ നമുക്ക് 8.8 എന്ന് വരും. ഇവിടെ ഡിവൈഡ് ബൈ ഇവിടെ 1912 ഇൻറ്റു 1/2 ആണ്. അപ്പോൾ അതിൻ്റെ പകുതി പറയുമ്പോൾ 956 വരുന്നത് ഇൻറ്റു 100. അപ്പോൾ നമുക്ക് 40 പ്ലസ് 88 40 പ്ലസ് 88 48.8 ഡിവൈഡഡ് ബൈ 956 ഇൻറ്റു 100 5.10% ആണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കാൽക്കുലേഷൻ മാത്രം ഒന്ന് പ്രത്യേകിച്ച് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഇതിൻ്റെ കാൽക്കുലേഷൻ അറിയാതെ വരരുത്. 950 ആണ് നമ്മൾ കൊടുക്കണം. അതിൻ്റെ 4% കാണുമ്പോൾ 38 വരും. ആ 38നെ 950ൽ നിന്ന് റെഡ്യൂസ് ചെയ്യുക. കുറയ്ക്കുമ്പോഴാണ് 912 വരുന്നത്. കാരണം ഇഷ്യൂ എക്സ്പെൻസ് നമുക്ക് കുറയ്ക്കണമല്ലോ. അത് കുറയ്ക്കുമ്പോൾ 912 വരുന്നത്. അപ്പോൾ ഇത് തമ്മിൽ ആദ്യം മൈനസ് ചെയ്യുമ്പോൾ 88 എന്ന് വരും. 88നെ 1/10 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ 8.8 വരും. അപ്പോൾ ഇവിടെ നമുക്ക് 14 കിട്ടി. ഇവിടെ നമുക്ക് 8.8 വന്നു. ഡിവൈഡഡ് ബൈ ഇത് രണ്ടും കൂടി കൂട്ടുക 1912 കിട്ടും. അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 956 എന്ന് കിട്ടും ഇൻറ്റു 100. 40 പ്ലസ് 8.8 പറയുമ്പോൾ 48.8 ഡിവൈഡ് ബൈ 956 ഇൻറ്റു 100 5.10%. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് റെഡീമബിൾ ഡെപ്റ്റിൻ്റെ എന്ത് കാണുന്നത്, കോസ്റ്റ് കാണുന്നത്. അപ്പം നമ്മൾ എടുത്ത ഒരേ ഒരു ടോപ്പിക്ക് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്താണെന്നുള്ളതും റെഡീമബിൾ ആൻഡ് ഇർറെഡീമബിൾ ഡിബഞ്ചേഴ്സിൻ്റെ കോസ്റ്റ് കണ്ടുപിടിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, താങ്ക് യു.